വെയിൽ വന്നു തുടങ്ങിട്ടാ, ഗംഭീര വെയിലായി തുടങ്ങി, നല്ല കാറ്റും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ മൂവാണ്ടമാവുമെന്ന് നിന്നാണ്. മൂവാണ്ടമാവുന്ന 2 മൂവാണ്ടമാങ്ങ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഡാൻസ് ക്ലാസ്സിൽ പോകണം. അതിനേക്കാളും മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ശ്രീകുട്ടനേട്ടനൊക്കെ ക്ലാസ്സിൽ പോയി. ഞാൻ വരുമ്പോഴേക്കും എന്തായാലും ഉച്ചയൊക്കെ കഴിയും. എനിക്കിന്ന് ക്ലാസ് ഉണ്ട്, ഇത്തിരി ലോങ് ക്ലാസ്സാണ്. അപ്പോൾ ഒരു മാങ്ങയൊക്കെ പൊട്ടിച്ച് അച്ചാറൊക്കെ ഇട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നത്. ഒരു പച്ചമാങ്ങ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കണം എന്ന് ചെറിയൊരു ആഗ്രഹം. അപ്പോൾ നമുക്ക് ഇനി പതുക്കെ മാങ്ങ ഒരെണ്ണം പൊട്ടിക്കാം. പറയാ, നല്ല കാറ്റുണ്ട് ഇവിടെ, ഗംഭീര കാറ്റാ. മാങ്ങ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ പൊട്ടിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. പക്ഷെ ഇത് പൊട്ടിക്കാണ്ട് നിർത്തിയിട്ടും കാര്യമില്ലടാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ, ഇതിങ്ങനെ ഒത്തിരി കൂടി വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം പോലും കിട്ടില്ല, എല്ലാം പോവും. വേണ്ട. ഓ, മൂന്ന് മാങ്ങ കിട്ടിയിട്ടുണ്ട് നമുക്കിനി ചെറിയൊരു മുട്ട ബുർജിയും പിന്നെ ഒരു ചെറിയ മാങ്ങാ ജ്യൂസും കുടിച്ചിട്ടേ ഡാൻസ് ക്ലാസ്സിൽ പോവാട്ടാ. നമ്മുടെ മൂവാണ്ടമ്മ നിറച്ച് മൂവാണ്ടമാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മൂവാണ്ടമാവ് 3 വട്ടം പൂക്കും. അത് കാരണമാണ് ഇതിന് മൂവാണ്ടം എന്ന് പറയണതെന്നാണ് പറയണത്. അപ്പോൾ ഇപ്പോൾ വലിയ മാങ്ങയുണ്ട്, പിന്നെ 2-3 മാങ്ങ പഴുത്ത് വീണ് തുടങ്ങി ആദ്യം ഉണ്ടായത്. പിന്നെ കുഞ്ഞ് കണ്ണിമാങ്ങകൾ വീഴുന്നുണ്ട്. പക്ഷേ ഈ വെയിലല്ലേ, ഒക്കെ കൊഴിഞ്ഞു പോവാ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വലുതായതൊക്കെ പൊട്ടിച്ചിട്ട് ഒരു കുഞ്ഞ് അച്ചാറിടാമെന്ന് വിചാരിച്ചു. നമുക്ക് പോവാം. വിത്തിന് വേണ്ടി നിർത്തിയിരുന്നായിരുന്നു നമ്മുടെ ഈ ചീരത്തി. അതുമ്പോൾ കുറച്ച് ഇല ഉണ്ടായിരുന്നേ, അതൊക്കെ പൊട്ടിച്ചിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും ദോശ ഇഡ്ഡലി പുട്ടും ഒന്നും കഴിച്ചിട്ട് പോകുന്ന നിർബന്ധമില്ല. എനിക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ മസിൽ കയറുകയും ചെയ്യും, പെട്ടെന്ന് ടയേർഡാവുകയും ചെയ്യടാ. മസിൽ കയറിയാനുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ ഡാൻസ് കളിക്കുമ്പോൾ. അപ്പം ഞാൻ എന്തെങ്കിലും ഇതുപോലെ വയറ് നിറച്ച് കഴിച്ചിട്ടാണ് പോകാറുള്ളത് കേട്ടോ. ഇപ്പം അടുത്ത് തുടങ്ങിയ ശീലമാണ് ഭക്ഷണമൊക്കെ നേരത്തിന് കഴിക്കണതോ ഹെൽത്തി ആയിട്ട് കഴിക്കണതൊക്കെ. അപ്പോൾ നമ്മൾ കടുകൊന്ന് പൊട്ടിച്ചിട്ട് അതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യമുള്ള നമ്മുടെ വെജീസൊക്കെ നമുക്ക് ഇടാം. ഞാനിപ്പോൾ ക്യാരറ്റും അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ മസാലയായിട്ട് ഇടുന്നത് ചിക്കൻ്റെ മസാലയും ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി മാത്രമാണ്. അത് 3 ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വെജീസ് മാത്രം മാറുന്നുള്ളൂ ദിവസങ്ങളിൽ. പിന്നെ ബാക്കിയൊക്കെ ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക. ചിലപ്പോൾ ഓട്സ് ഇട്ട് കൊടുക്കും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ കഷ്ണം വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നമുക്ക് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചീരയുടെ അയലയും പിന്നെ ആ മുട്ട 1-2 പൊട്ടിച്ചൊഴിച്ചതും കൂടി ആവുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു സോളിഡ് ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നമുക്ക് ലിക്വിഡായിട്ട് ഉണ്ടാക്കണ്ടേ. മാങ്ങ ഒരെണ്ണം നമ്മുടെ മാങ്ങയും പിന്നെ ഒരെണ്ണം നമ്മുടെ ഭാഗ്യം കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മാങ്ങയായിരുന്നു, നീലൻ. നല്ല മണമുള്ള മാങ്ങയാണ്. പിന്നെ നമ്മുടെ മാങ്ങ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പാലും കൂടി അടിച്ചിട്ട് പഞ്ചസാരയൊന്നും ഇടാതെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്തിരി പുളിയും നല്ല മധുരമൊക്കെ ആകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഒപ്പം. ഇതായിരുന്നു ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അടിപൊളിയായിരുന്നു. ഉച്ച വരെ എനിക്ക് വിശപ്പ് എന്താന്ന് പോലും അറിഞ്ഞില്ല. ഇനി നമുക്ക് കഴിച്ചിട്ടേ പതുക്കെ ഒരുങ്ങി യൂണിഫോമൊക്കെ ഇട്ട് നമ്മുടെ ക്ലാസ്സിൽ പോവാം കേട്ടോ. പൊതുവേ ക്ലാസ്സിൽ പോകുമ്പോൾ ഒരു മേക്കപ്പും ചെയ്യാത്ത ഞാൻ ഈ ഇടയായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ശീലമാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ സൺസ്ക്രീനെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളത് കേട്ടോ. എന്തു ചൂടാലേ ചൂട്ടത്ത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒബിയസ്ലി നമുക്കറിയാം നന്നായിട്ട് ചൂടുണ്ട്, അതുപോലെ തന്നെ UV റേസ് ഉണ്ട് എന്നൊക്കെ. നമ്മളെപ്പോഴും വിചാരിക്കാറുള്ളത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺ ടാൻ ഉണ്ടാവും എന്നുള്ളതാണ്, അതായത് ടാനിങ് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ടാനിങ് മാത്രമല്ല കേട്ടോ, ദീർഘകാലം നമ്മൾ ഈ സണ്ണിൻ്റെ എക്സ്പോഷർ നമുക്ക് ഉണ്ടാകുമ്പോഴേ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഡൾനെസ്സും പിന്നെ ആകെ ഒരു മൊത്തത്തിൽ നമ്മൾ ഒരു വല്ലാത്ത സ്കിൻ ഡാമേജും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അങ്ങനെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയതാണ് ഡോക്ടർ ഷെറ്റ്സിന്റെ കേസർ കോഞ്ചിക് ആസിഡ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇതിപ്പോഴത്തെ നമ്മുടെ കറണ്ട് ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പവർ ഓഫ് നേച്ചർ ആൻഡ് സയൻസ് ആണ്. കോഞ്ചിക് ആസിഡ് എന്ന് പറയുന്നത് പിഗ്മെന്റേഷനും അതുപോലെ തന്നെ കേസർ എക്സ്ട്രാക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്ലോയിങ് സ്കിൻ ആണ്. അത് ലോങ് ടേമിലേക്ക് ആയിട്ട് കേട്ടോ. ഇതിൽ SPF 15 അതുപോലെ തന്നെ PA4+ ഉണ്ട് കേട്ടോ. എല്ലാവരും ചെയ്യുന്നതല്ലേ നമ്മുടെ ഈ ഒരു ടേപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. മുഖമൊക്കെ നന്നായിട്ട് ക്ലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു ടേപ്പ് എടുത്തിട്ട് നമുക്ക് മുഖത്തിന്റെ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഈ സൈഡ് അങ്ങനെ അങ്ങോട്ട് ലിവ് ചെയ്യാം കേട്ടോ. ഞാൻ ബാക്കിയുള്ള പരിപാടി എന്നിട്ട് നമ്മളത് പീൽ ഓഫ് ചെയ്ത് കളയണം. അപ്പോൾ അവിടെ സൺസ്ക്രീൻ ഒന്നുമില്ല, ബാക്കിയുള്ളവർക്കൊക്കെ സൺസ്ക്രീൻ ഉണ്ട്. എന്നിട്ട് നമുക്ക് കണ്ണെഴുതി പൊട്ടോട്ടി ക്ലാസ്സിൽ പോവാം കേട്ടോ. എന്നിട്ട് വന്നിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് നോക്കി നോക്കാം.
ക്ലാസ്സിൽ നിന്ന് വന്നപ്പോഴേക്കും ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഫ്രണ്ട് ക്യാമറ, ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ ആയ കാരണമാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് ആയത് കേട്ടോ. നോക്കിയേ, ഒരു പ്രത്യേക തരം ഒരു ഫോർമേഷൻ അവിടെ വന്നിട്ടില്ലേ, ഒരു ബ്ലാക്ക് കളറിന്റെ. അപ്പൊ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ലാണ്ട് അൾട്രാ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വാട്ടർ ടെക്സ്ചർ ആയിട്ട് ക്യുക്ക് അബ്സോർപ്ഷൻ ആയിട്ട് വരുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത്. കോഞ്ചിക് ആസിഡ് ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് മെലാനിന്റെ ഇൻഹിബിഷൻ കാരണം കൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ കേസർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൺസ്ക്രീനാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴുള്ള മാർക്കറ്റിൽ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പ്രൊട്ടക്ഷനും ഈവൻ ടോണും റേഡിയന്റ് സ്കിന്നും ഒക്കെ ഈ ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടും. 20% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് Sri2025 എന്നുള്ള കോഡ് ഉപയോഗിച്ചാൽ മതി. നൈക്കയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പർപ്പിളിലും ഒക്കെ നമ്മുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് കേട്ടോ. ഒരു കുഞ്ഞുറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചു. നമുക്കൊരു വിശേഷപ്പെട്ടി കെട്ടാനുണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുക. നമുക്കൊരു കുഞ്ഞ് യാത്രയുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയാണ്. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിതുമ്പി നിൽക്കുകയായിരുന്നു. അപ്പോൾ വഴിയെ അറിയും നിങ്ങൾ എന്തായാലും. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഹൈലൈറ്റ് മാളിലേക്കാണ്. ഒരു കുഞ്ഞ് പർച്ചേസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാൻ പോകാനായിട്ടുണ്ട്. ഒരാളെയല്ല, 2 ആളെ കാണാൻ പോകാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടാം. അങ്ങനെ നമ്മൾ പെട്ടി കെട്ടാനുള്ള സംഭവങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റ് മാളിലേക്കാണ് പോണത് കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് ഒരു 8-9 കിലോമീറ്ററാണ് നമ്മുടെ പുതിയ ഹൈലൈറ്റ് മാളിലേക്ക് ഉള്ളത്. പോകുന്ന വഴിക്ക് ഇങ്ങനെ ചക്രവാളങ്ങൾക്കുള്ളിലേക്ക് നമ്മുടെ സൂര്യഭഗവാൻ മറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന് നമ്മൾ നേരെ ലുലു ഡെയിലിയിലേക്ക് കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു. എല്ലാ വിശേഷങ്ങളും നമ്മുടെ വീട്ടിൽ നടക്കുന്നത് ഞാൻ നമ്മുടെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് കുറച്ച് വൈകിട്ടോ. അത് കാരണം കൊണ്ട് എനിക്കിത് പറയാനായിട്ട് കുറച്ച് ചമ്മലും കൂടി ഉണ്ടായിരുന്നു. ചമ്മലല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധം. അങ്ങനെ ഇരിക്കലാണ് ഞാൻ ആലോചിച്ചത് ഇത് എങ്ങനെ അവതരിപ്പിക്കുന്നു. അങ്ങനെ ഒരു വഴി കണ്ടെത്തിയതാണ് കേട്ടോ നമ്മുടെ ഈ ഹൈലൈറ്റ് മാളിൽ നമ്മളെ കൊണ്ടെത്തിച്ചത്. അത്ര വലിയ സംഭവമൊന്നുമല്ല, എന്നാൽ വലിയൊരു സംഭവമാണ് താനും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാനും ഭാഗ്യനും ഒക്കെ സെലക്ട് ചെയ്ത് നമ്മുടെ പെട്ടി വണ്ടിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടി വണ്ടി ഉന്തി കൊണ്ടുപോയിട്ടേ പതുക്കെ ബില്ല് ചെയ്തിട്ട് വീട്ടിലേക്ക് പോവാം കേട്ടോ. ഇതൊക്കെ ഇന്ന് തന്നെ റെഡിയാക്കി വെക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ ഒതുക്കി പിടിച്ച് വന്നപ്പോഴേക്കും കുറേ നേരം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശ്രീകുട്ടന് കുളിച്ച് സെറ്റായി വന്ന് അവിടെ നിന്ന് കുറച്ച് ഭക്ഷണമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണം. അശോകൻ ഭയങ്കര ഉറക്കത്തിലാവാനുള്ളൊരു മൂഡിലായിരുന്നു. അശോകന് കുറച്ച് ക്ഷീണമൊക്കെ ആവാമെന്ന് തോന്നി. ഇപ്പോൾ ഞങ്ങൾ പതുക്കെ പോയി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ബാക്കി പരിപാടികളൊക്കെ പിറ്റേ ദിവസമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ലുലു നമ്മളങ്ങനെ ഹൈലൈറ്റ് മാളിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എല്ലാം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് ചൂസ് ചെയ്യണമല്ലോ. അത് കാരണം കൊണ്ടാണ് അവിടേക്ക് പോകുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഹൈലൈറ്റ് മാൾ അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ചും കൂടി അധികം പൈസ ചിലവാകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ മിൽക്കി മിസ്റ്റിൻ്റെ ഈ ഒരു സംഭവമൊക്കെ കഴിക്കാനുള്ള ഒരു ആഗ്രഹവും അവിടെ ഓഫറൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ചാടി കയറിയതാണ്. എന്നിട്ട് അവിടെ പോയിട്ട് കുറച്ചധികം പൈസ പിടിച്ചു നമ്മൾ ഇങ്ങോട്ട് പോരും. ഇവിടെ നമ്മൾ 1000 രൂപ ചിലവാകുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ 3000 രൂപ ചിലവാകും. അങ്ങനെ നമ്മൾ മേടിച്ചിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കടയിലുള്ളതൊക്കെ തന്നെയായിരുന്നു. പക്ഷെ മറന്നില്ലേ, ഇതൊക്കെ നമ്മുടെ കടയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനേക്കാളും ഫ്രഷ് നമ്മുടെ കടയിൽ കിട്ടും, അമ്മ പറയുന്ന പോലെ തന്നെ. ഇനി ഇതൊക്കെ കൂടെ വെച്ചിട്ടേ നമുക്ക് നാളെ ബാക്കി പരിപാടി തുടങ്ങാം കേട്ടോ. വിശേഷം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആ ഒരു വിശേഷമല്ലേ, നമ്മുടെ ആ വിശേഷം തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത് എന്നുള്ള കാര്യം തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വിശേഷപ്പെട്ടിയിലേക്ക് നമ്മൾ ഉപ്പിലിട്ട പെട്ടിയാണ് തയ്യാറാക്കാൻ പോണത് കേട്ടോ. ഈ വിശേഷമായിട്ടിരിക്കുമ്പോൾ ഉപ്പിലിട്ട സാധനങ്ങൾ കഴിക്കണം എന്ന് തോന്നിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. എനിക്ക് ഈ വക സംഭവങ്ങളൊന്നും കഴിക്കണം എന്ന് തോന്നിയിട്ടില്ല കേട്ടോ. ഉപ്പിലിട്ടതൊക്കെ ആയിട്ട് കഴിക്കണം എന്ന് തോന്നിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഉപ്പിലിട്ടതൊക്കെ കഴിക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പണ്ടത്തെ പോലത്തെ ആൾക്കാർ നമ്മൾ എന്താ പറയുക, അരി ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസവിച്ചു ആ ഒരു മട്ടല്ലല്ലോ ഇപ്പോൾ. നമുക്ക് എല്ലാവർക്കും അസുഖമല്ലേ, നമ്മുടെ ജീവിത രീതി കൊണ്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടും നമ്മുടെ കാലാവസ്ഥ ചേഞ്ച് കൊണ്ടും ഒക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ജനറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഒരുപാട് ഉപ്പ് കഴിക്കലും അതുപോലെ ഒരുപാട് മധുരം കഴിക്കലൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുണ്ടെങ്കിലും പ്രസവകാലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ഇതുപോലെ സംഭവങ്ങളൊക്കെ ഉപ്പിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കഴിക്കുന്നതാണല്ലേ. നമുക്ക് ഈ പ്രസവകാലം അല്ലെങ്കിൽ കൂടി ഈ സംഭവങ്ങളൊക്കെ ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ ചെറുതായിട്ട്, ഇതിപ്പോൾ ഞാൻ കാണുമ്പോൾ തന്നെ ചെറുതായിട്ട് നമ്മുടെ വായിൽ വെള്ളം വരുന്നുണ്ട്
വരുന്നുണ്ടല്ലോ. എനിക്കിത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ വെള്ളം വരുന്നുണ്ടടാ. അങ്ങനെ നമ്മൾ ഉപ്പിലിടേണ്ട സംഭവങ്ങളായിട്ടുള്ള നമ്മുടെ കുക്കുംബർ, ക്യാരറ്റ്, അതുപോലെ തന്നെ മാങ്ങ നമ്മുടെ മുകളിൽ നിന്ന് പൊട്ടിച്ചത് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ആ പൈനാപ്പിൾ ഉപ്പിലിടാന്ന് എല്ലാം ഉപ്പിലിടണ്ടെന്ന് വെച്ചാൽ ഇതിന് ഞാൻ വേറൊരു ഐഡിയ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് പകുതിയാണ് എടുക്കണുള്ളൂ. നമുക്കിന്ന് ഒരു വിശേഷമല്ല, രണ്ടാളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. അത് കാരണം 2 ഉപ്പിലിട്ട പെട്ടി കെട്ടേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികളായിരുന്നു കേട്ടോ. അത് കാരണം കൊണ്ട് നല്ല ഒരു മനസന്തോഷം ഉണ്ടായിരുന്നു എല്ലാം കഴുകി വൃത്തിയാക്കി ഉപ്പിലിടുന്ന നേരത്തെ. പിന്നെ ചൊറുക്കിയും ഉപ്പൊന്നും നമ്മൾ അധികം ഉപയോഗിച്ചിട്ടില്ല. ഭാഗ്യം അതിൻ്റെ ഇടയിൽ നമ്മുടെ മാങ്ങ പൊട്ടിക്കാൻ പോയപ്പോഴേ എനിക്ക് നമ്മുടെ മൂവാണ്ടം മാങ്ങ ഒരു കഷ്ണം തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊട്ടിച്ചോണ്ട് വന്നതാ മോളിൽ നിന്ന്. നമ്മുടെ മാങ്ങ തികഞ്ഞില്ല. അപ്പം ഞാൻ വിചാരിക്കണേ അതുകൊണ്ട് കുഞ്ഞച്ചാറുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ആകെ കൂടെ എല്ലാം കൂടെ കൺഫ്യൂഷനായിട്ടിരിക്കണം. എന്ത് ചെയ്യും? അച്ചാറ് പോലെ ആക്കണോ, വെറുതെ ഉപ്പിലിട്ടാൽ മതിയോ? അത് കൂടെ ഒരു വല്ലാത്ത കൺഫ്യൂഷൻ പിടിച്ച അവസ്ഥയിലായിപ്പോയി ഞാൻ. ഈ പറഞ്ഞ പോലെ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഞങ്ങളുടെ പിള്ളേർ കഴിക്കുന്നതല്ല. എങ്കിൽ കൂടി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആവണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ കൊണ്ട് ചെന്നപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ നമ്മൾ അച്ചാറും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉപ്പൊക്കെ, അച്ചാറ് പൊടിയാണ് അതിൽ, വെളിച്ചെണ്ണ ഉപ്പൊക്കെ കൂടി പുരട്ടിയിട്ട് ഇതാ നമ്മുടെ പൈനാപ്പിളുമേ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാര വിതറാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഒരു ഒന്നുകൂടെ മധുരവും പുളിയും പിന്നെ ആ ഒരു ഉപ്പും എരിവും ഒക്കെ ചേർന്നപ്പോഴേ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെയിലത്ത് വെച്ചു. ഇവിടെ കൊടും വെയിലാണ്, മെൽറ്റായി പോയിക്കോളും പഞ്ചസാരയൊക്കെ. അപ്പോൾ ആ പരിപാടി അവിടെ മാറ്റി വെച്ചതിന് ശേഷം അടുത്ത പരിപാടി സാധാരണ നമ്മുടെ ഉപ്പും കുറച്ച് വെള്ളവും പിന്നെ നമ്മുടെ നാടൻ പച്ചമുളകും കൂടി ഇട്ടിട്ട് നമ്മുടെ കുക്കുംബർ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ക്യൂക്കുംബർ, നമ്മൾ കുക്കുംബർ എന്ന് പറയും. ഇത്തിരി കുറച്ചും കൂടി സ്റ്റാൻഡേർഡിൽ ക്യൂക്കുംബർ എന്ന് പറയും. അപ്പോൾ ചിലർ വന്ന് പറയും അയ്യോ ശ്രീ അങ്ങനെയല്ല പ്രൊനൗൺസ് ചെയ്യാന്ന്. നമ്മൾ പാവങ്ങളുടെ നമുക്ക് അങ്ങനെയൊക്കെയല്ലേ, നമ്മൾ സിനിമ കുക്കുംബർ എന്നൊക്കെ പറഞ്ഞ് ശീലിച്ചു. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു തേങ്ങ നമുക്കൊന്ന് അരിഞ്ഞ് വറുക്കാൻ വേണ്ടിയിട്ടുള്ള പരുവത്തിലാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പ്രിപ്പറേഷൻസ് ഒക്കെ കണ്ടപ്പോഴേ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എവിടെയോ ഒരു ഗർഭം മണക്കുന്നുണ്ടല്ലോ എന്ന്. സത്യമാണ്, ചെറിയതായിട്ട് 1 അല്ല 2 ഗർഭം മണക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോണ തിരക്കിലൊക്കെയാണ് കേട്ടോ. ഈ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അത് തിന്നാൻ തോന്നുന്നു, ഇത് തിന്നാൻ തോന്നുന്നു, മറ്റേ തിന്നാൻ തോന്നുന്നു, മറ്റേ തിന്നാൻ തോന്നുന്നു ഞാൻ കേട്ടുകേൾവിയുള്ള കാര്യം നമ്മളൊന്നും പറ്റുന്നതെങ്കിലും ഈ വക തോന്നലുകളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ആകെ കൂടി നമ്മുടെ ഗർഭകാലത്ത് കഴിച്ചിരുന്നത് നമ്മുടെ പച്ചക്കപ്പലിൻ്റെ തൊണ്ടോട് കൂടിയിട്ട് നമ്മൾ ഇന്നലെ മേടിച്ചില്ലേ, അത് പുഴുങ്ങി കഴിക്കലാണ് ഞാൻ ചെയ്തിരുന്നത്. അത് പുഴുങ്ങി കഴിച്ച കാരണം കൊണ്ടാണോ എന്നറിയില്ല, 7-ാം മാസം തൊട്ട് 7 മാസമുള്ളപ്പോഴാണ് നമ്മൾ കട പുതുതായിട്ട് ആരംഭിച്ചത്, ശ്രീകുട്ടൻ്റെ നമ്മുടെ തലൂരത്തെ കട. ആ കടയിൽ ചെന്ന് ഞാൻ ഇരിക്കുകയായിരുന്നു. അവിടെ ഇരുന്ന് അവിടുത്തെ തക്കാളി കുക്കുമ്പറും ഒക്കെ തിന്നും. അങ്ങനെയാണോ എന്നറിയില്ല, ഞാൻ നല്ല 10-12 കിലോ കൂടുകയും ചെയ്തു. അങ്ങനെ സ്കിന്നൊക്കെ ആകെ ടാനായി, കഴുത്തിന്റെ ഇവിടെയൊക്കെ മൊത്തത്തിൽ നമ്മുടെ മെലാനിന്റെ ഇൻക്രീസ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആകെ ഒരു വല്ലാത്തൊരു കോലത്തിലായിരുന്നു ഞാൻ പ്രസവം കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് മാറിട്ടോ. നമ്മളിങ്ങനെ പടം പൊഴിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. നമ്മുടെ വയറൊക്കെ ഇങ്ങനെ ഇത്ര വയറൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. 11 എന്റെ വയറ്, ഞാൻ ബസ്സിലാണ് പോയിരുന്നത്. ബസ്സിൽ പോകുന്ന സമയത്ത് വയറ് കാണുമ്പോൾ ഞാൻ ഇപ്പൊ പ്രസവിക്കാവോ എന്ന് വിചാരിച്ചിട്ട് എന്നെ കണ്ടക്ടർ ചേട്ടൻ പിടിച്ചു കൊണ്ടുവന്ന് എവിടെയെങ്കിലൊക്കെ ഇരുത്തായിരുന്നു. എന്നോട് ചേച്ചി ഈ വയറ് വെച്ച് ഈ പ്രായത്തിൽ ഒറ്റയ്ക്കൊക്കെ സഞ്ചരിക്കാവോ എന്നൊക്കെ ചോദിക്കും. അന്ന് അഹങ്കാരത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാം പറ്റും, ഇനി എന്നെ കൊണ്ട് എല്ലാം കഴിയും എന്നുള്ളൊരു തോന്നലായിരുന്നു കേട്ടോ. സത്യത്തിൽ ആ തോന്നലൊക്കെ തന്നെയാണ് എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഡിപ്രഷൻ അടിക്കാണ്ട് കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളൊരവസ്ഥ എന്ന് പറയുന്നത്. നമ്മളങ്ങനെ തുറസായ ഒരു ലോകത്തല്ലല്ലോ ജീവിക്കുന്നത്, കുറച്ചും കൂടി കൺസിസ്റ്റഡ് ആയിട്ട് ഒതുങ്ങി കൂടുന്ന ഒരു ലോകത്തല്ലേ ജീവിക്കുന്നത്. ഞാനാണെങ്കിൽ ആ ഒരു ലോകത്തിൽ ചേർന്ന ആളെ അല്ല. അപ്പൊ നമുക്ക് പൊതുവെ ഡിപ്രഷനൊക്കെ വരും. അപ്പൊ നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു തോന്നലുണ്ടാവില്ല, എന്നെ കൊണ്ട് എല്ലാം പറ്റും, എന്നെ കൊണ്ട് എല്ലാം പറ്റും. ചലഞ്ചിങ് ആയിരുന്നു എനിക്ക് എന്നോട് തന്നെ. അങ്ങനെയാണ് നമ്മൾ മുന്നേറിക്കൊണ്ട് പോകുന്ന സമയത്ത്. ആ സമയത്ത് ശ്രീകുട്ടൻ കല്യാണം, ശ്രീകുട്ടൻ, അതൊന്നും എൻ്റെ ലൈഫിലേക്ക് അതൊന്നും ഞാൻ ആഗ്രഹിക്കാത്ത സമയത്ത് വന്നിട്ടുള്ളതായിരുന്നോണ്ടേ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു. അതൊക്കെ ഏറ്റെടുത്ത് മുമ്പിൽ ഞാൻ ഇവിടെ വരെ എത്തിയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ കുറച്ചൊക്കെ എന്നെ കുറിച്ച് ചെറിയൊരു മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അതൊന്നുമല്ല, നമുക്ക് ഈ കൊതി വരുമെന്നുള്ള കാര്യം. അങ്ങനെ കൊതിയൊന്നും എനിക്ക് വന്നിട്ടില്ല. ആ സാധനം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റേ പച്ചക്കപ്പലിന്റെ പിന്നെ അത് കഴിച്ച്
അത് കഴിച്ചിട്ടാണോന്നൊന്നും അറിയില്ല. മുടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പനങ്കൊല പോലെന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് കേട്ടോ. ആകെ ടാനൊക്കെ പോയി. നമ്മുടെ ശ്രീകുട്ടന്റെ 3-ാം മാസത്തിലാണ് നമ്മൾക്ക് ഇവിടെ പേരിടൽ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ആ സമയത്തൊക്കെ മുടിയൊക്കെ നല്ല തിക്കായിട്ടുള്ള മുടിയായിരുന്നു. പിന്നെ ഞാൻ തന്നെ അത് വെട്ടി കളഞ്ഞു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ വേണ്ടാന്ന് തോന്നി. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നതിന്റെ ഇടയ്ക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പല പല തോന്നലുകൾ വരും. അന്ന് നമ്മുടെ കൂടെയുള്ള ആൾക്കാരോടോ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരോടോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവുക. ഇന്ന് പിന്നെ ആരെങ്കിലും ഒക്കെ അംഗീകരിക്കും. 10-12 കൊല്ലം മുമ്പ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ആരും അതൊന്നും അംഗീകരിക്കൊന്നുമില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതും നമ്മുടെ കൂടെയുള്ള പാർട്ട്ണർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ വലിയ കാര്യം. കാലം ഇനിയും കുറെ മുന്നോട്ട് പോയിട്ടിരിക്കണ്ടോ. നമ്മളിൽ തന്നെ വലിയ മാറ്റങ്ങൾ നമ്മൾ ആദ്യം വരുത്തുക, എന്നിട്ട് നമുക്ക് നാട്ടുകാരെ മാറ്റാം. എന്തോരം കാര്യങ്ങളിൽ ഒതുങ്ങി കൂടി പോകുന്നുണ്ട് ഇപ്പോഴും. എന്നോട് ചിലര് ഇങ്ങനെ എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്, ശ്രീ ഇവിടെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തുകൂടെ എന്ന്. നമുക്ക് ആഗ്രഹമുണ്ടോന്നല്ല, ഇനി അതിനൊക്കെ നമുക്ക് നല്ല ഗഡ്സും കാര്യങ്ങളൊന്നും വേണം. അങ്ങനെ നല്ല ഗഡ്സും കാര്യങ്ങളുള്ള ആളൊന്നുമല്ല ഞാൻ. നീ ഇതെന്തുട്ട് തേങ്ങയൊക്കെയാടാ പറയണേന്ന് ആ ഷാജോൺ ചേട്ടന്റെ ചോദ്യം ചെറുതായിട്ട് ഓർമ്മ വന്നൂല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ണിയപ്പം ഉണ്ടാക്കാടാ. എന്തൊക്കെയോ നിങ്ങളോട് പറയണമെന്നുണ്ട് എനിക്ക്, പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ ഒരു ബ്ലോക്കിംഗ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നെയ്യിലാണ് നമ്മുടെ ഈ ഒരു കൊപ്ര എന്ന് നമ്മുടെ നാട്ടിൽ പറയും കേട്ടോ. അതിനെ നമ്മൾ ഇങ്ങനെ വറുത്തെടുത്തത്. പിന്നെ നമ്മൾ അരിപ്പൊടിയും മൈദയും അതുപോലെ തന്നെ നമ്മുടെ റവ ഉണ്ടല്ലോ, അതും കൂടി 3ഉം മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ നമ്മൾ തയ്യാറാക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ അരിച്ച് ഒഴിക്കാം നമുക്ക് നമ്മുടെ ശർക്കര പാവാക്കിയതും, അതുപോലെ തന്നെ പാവാക്കണ്ട വെള്ളാക്കിയതും, അതുപോലെ തന്നെ ഒരു പാളങ്കോടൻ പഴം ഒരു 3-4 എണ്ണം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പിടാൻ മറക്കരുത്. പിന്നെ നമുക്ക് നമ്മുടെ ഏലക്കായ ഉണ്ടല്ലോ, അത് ജസ്റ്റ് പഞ്ചസാരയോടൊപ്പം ഒന്ന് ക്രഷ് ചെയ്തിട്ടേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ആ ഒരു നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ നാളികേരം ഉണ്ടല്ലോ, അതും കൂടിയും ആ നെയ്യോടൊപ്പം തന്നെ ചേർത്ത് നമുക്കൊന്ന് സെറ്റാക്കാം. പിന്നെ നമുക്ക് ആ വെള്ളത്തിനനുസരിച്ച് ഈ റവയൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പം നമുക്ക് കുറച്ച് വെള്ളം അധികത്തോടെ കൂടി ഇതിനൊന്ന് കലക്കി മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു 20-25 മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ മാങ്ങ അങ്ങനെ തന്നെ നമുക്കൊരു അച്ചാറിടാന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എല്ലാം ഉപ്പിലിട്ടതാവുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പം തന്നെ കഴിയും ഇതൊക്കെ സാധനങ്ങൾ. അച്ചാറാകുമ്പോൾ കുറച്ച് ദിവസം ഇരിക്കും ചെയ്യും. ഞങ്ങളുടെ പിള്ളേരൊക്കെ അച്ചാറിനോട് കുറച്ച് പ്രിയമുള്ളവരാണ്. അപ്പം നമ്മൾ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നല്ലെണ്ണയും മിക്സ് ചെയ്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ. അതാണ് ആ കടുക് ഇട്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പതഞ്ഞു വന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് അടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ എല്ലാം ധാരാളം നമ്മുടെ വീട്ടിലുള്ള കാരണമുണ്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാറൊന്നും ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല എന്ന് അറിയാമെന്നുണ്ടെങ്കിലും ചോറൊക്കെ ഇറങ്ങാൻ നേരത്തെ അല്ലെങ്കിൽ നമുക്ക് വൊമിറ്റിങ്ങും നോസിയും ഈ ഒരു മോർണിംഗ് സിക്നസ് ഒക്കെ വരുന്ന സമയത്ത് ഇത്തിരി അച്ചാറ് കൂട്ടി കഞ്ഞി കുടിക്കാന്ന് തോന്നുന്ന സമയത്തൊക്കെ അച്ചാറൊക്കെ ഇത്തിരി ആവാട്ടോ. എല്ലാം കഴിക്കരുതെന്ന് ഡോക്ടർമാർ പറയില്ലേ പ്രഗ്നൻസി ടൈമിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ആ ഒരു പ്രോസസ്സിനെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാമെന്ന് പറയാം. ഇപ്പം പൈനാപ്പിളും അതുപോലെ തന്നെ നമ്മുടെ പപ്പക്കായും ഒക്കെ കഴിച്ചോളാനാണ് പറയാം. പിന്നെ പണ്ടത്തെ കാലമല്ലല്ലോ ഇപ്പോഴത്തെ കാലം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം. അയ്യോ നമ്മൾ അച്ചാറുണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. അപ്പം ഞാൻ അത് ഷോർട്സ് ആയിട്ട് ഇടാടാ, അച്ചാറുണ്ടാക്കുന്നതും ബാക്കി വിശേഷങ്ങളൊക്കെ. അതായത് നമ്മുടെ അച്ചാർ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരി ചില്ലിയും കായവും അതുപോലെ തന്നെ ഉലുവയും പേസ്റ്റല്ല പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ചൊറുക്ക ഒന്ന് കേടാവാതിരിക്കാൻ ഇട്ട് കൊടുത്ത് വെള്ളം ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് ആ വെള്ളം നന്നായിട്ട് വെറ്റി വരുമ്പോൾ വലിയ വലിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മാങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരു 2 ആഴ്ചയെങ്കിലും ഇരിക്കണം, എന്നാലാണ് വെള്ളം വരുമ്പോൾ അച്ചാറ് കേടാവില്ല എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കണം, അപ്പം അച്ചാറ് കേടാവില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ പഞ്ചസാരയും കൂടി ഇടുന്നത് ആ ഒരു പുളി ഒന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒരടിപൊളി മണം വന്നൂടെ അച്ചാറിൻ്റെ, സൂപ്പറായിരുന്നു കൂട്ടാ. അത് ടെസ്റ്റ് ചെയ്യാനുള്ള ആൾ വന്നിട്ടുണ്ട്. അത് 2 ദിവസം ഇരിക്കട്ടെ. സൂപ്പർ. ഞാൻ ആ സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് സാധനം വെച്ചിട്ട് അത് കൊടുത്തിട്ട് വരും. അങ്ങനെ നമ്മുടെ ഭാഗ്യൻ എല്ലാം വിലയിരുത്തിയിട്ടുണ്ട് അടിപൊളിയായിട്ട് എന്നുള്ള കാര്യം. ഭാഗ്യം പറഞ്ഞ പിന്നെ നമുക്ക് അപ്പീലില്ലാന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ആയല്ലോ നമ്മുടെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ മാറ്റി വെച്ചിട്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മാവ് മാറ്റി വെച്ചിട്ട് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ലൂസാന്ന് എനിക്ക് ആദ്യം തോന്നിയിട്ടുണ്ടെങ്കിലും കുറച്ച് നേരം ഇളക്കി ഒഴിച്ചപ്പോൾ സംഭവം സെറ്റായിട്ടോ. കാരണം നല്ല ഒരു രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്മമാരുണ്ടാക്കുന്ന ടേസ്റ്റൊന്നും നമ്മളുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന് വരാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇളയമ്മയും അമ്മയും
പിന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് ആവില്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ. ഒരു പഴത്തിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രത്യേക സ്പെഷ്യലായിട്ട് നമുക്കൊരു ഒരു ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ ഫീൽ ചെയ്യും. അതായത് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ പൂരത്തിന് വിഷുവിനൊക്കെ ഉണ്ടാക്കുന്ന അടിപൊളി ഉണ്ണിയപ്പല്ലേ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുണ്ടായാലും കുഴപ്പമില്ല, ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഒരു പെട്ടി കെട്ടിയാലോ, പെട്ടി പൊതിഞ്ഞാലോ? ജീവിതത്തിലത്തെ ഓരോ നിമിഷങ്ങളും വളരെ വ്യത്യസ്തമാണെന്ന് പറയില്ലേ, അങ്ങനെ വ്യത്യസ്തമായൊരു നിമിഷമായിരുന്നു കേട്ടോ എനിക്ക് ഇതും. ഞാൻ ഇങ്ങനൊരു പെട്ടി ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നമ്മുടെ ഉണ്ണിയപ്പവും അതുപോലെ തന്നെ നെല്ലിക്കും കുക്കുംബറും ക്യാരറ്റും പൈനാപ്പിളും ഒക്കെ ഞാനൊരു പെട്ടിയിലാക്കിയിട്ടുണ്ട്. അച്ചാർ വേറെ, നമുക്ക് രണ്ടാളുള്ള കാരണം കൊണ്ട് 2 പെട്ടി തയ്യാറാക്കണമായിരുന്നു. 2 സംഭവങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാം ഞാനിങ്ങനെ ഒതുക്കി പറക്കി ഒരു ചേച്ചിയമ്മ ഫീലായിരുന്നു എനിക്കതൊക്കെ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാലം മുന്നോട്ട് പോകുമ്പോഴേ നമ്മളെ ഏജൊക്കെ ഇങ്ങനെ വലുതായി വരുമ്പോൾ നമ്മളിങ്ങനെ ഫീൽ ചെയ്യാണ്, നമ്മളെ ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യും നമുക്ക്. ഇതൊക്കെ തന്നെയാണ് നമ്മളിലുണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റങ്ങൾ. അത് മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം കുറച്ചും കൂടി സിമ്പിളാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അമ്മയാവുന്നു, ഭാര്യയാവുന്നു, കുറച്ച് നാൾ കഴിയുമ്പോൾ അമ്മൂമ്മയാവുന്നു, അല്ലേ? എന്ത് മാത്രം മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പോവും. അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞു നിമിഷങ്ങൾ, ഇപ്പോൾ ഈ ഒരു കാര്യം എൻജോയ് ചെയ്ത് അങ്ങോട്ട് ചെയ്ത് നോക്കിയേ, ഹൗ എന്ത് ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ ലൈഫ് എന്ന് തോന്നൂല്ലേ? അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിമിഷം ക്രിയേറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഞാനും കേട്ടോ. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റായിട്ടുണ്ട്. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റും കൂടി നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇളയമ വന്ന് എല്ലാം സെറ്റാക്കി നമ്മൾ യാത്ര തുടങ്ങുകയാണ് മക്കളെ. ഇവിടെ നിന്ന് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ആക്ച്വലി നമുക്ക് വീടിൻ്റെ അടുത്താണ് നമ്മുടെ ഒരു 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 വിശേഷക്കാരി ഉള്ളത്. അപ്പോൾ അവിടേക്ക് പോണ വഴിക്ക് കയറി അവിടെ നമ്മുടെ ഈ ഒരു പെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ആളില്ല. അപ്പോൾ നിങ്ങൾക്ക് ആളെ ഞാൻ കാണിച്ചു തരാനായിട്ടുള്ള നിർവാഹം ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പെട്ടി അവിടെ കൊടുത്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ഈ യാത്ര നമ്മൾ പോകുന്നത് ആറാട്ടുപുഴയ്ക്കാണ്. അവിടെ എത്താറായപ്പോൾ നമ്മുടെ ഇളമയുടെ വീടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇളമയുടെ ചേട്ടൻ്റെ മകൻ്റെ കടയാണത്, ജിത്തു ചേട്ടൻ്റെ കടയാണത്. അപ്പോൾ ജിത്തു ചേട്ടൻ്റെ കടയിൽ കയറി ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് നമ്മളങ്ങനെ യാത്ര വീണ്ടും തുടങ്ങുകയാണ് ഒരു കൊച്ചു സുന്ദരിയെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാം ദൂരെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരാളുടെ അടുത്താണ്, അതായത് ഒരു വിശേഷക്കാരൻ്റെ അടുത്താണ് ബാക്കി ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഇളയമ്മയുടെ മകൻ രാഹുൽ. അപ്പൊ ആരാ ആളെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇതാണ് ഞങ്ങളുടെ അമ്മ. ചെറിയ നാളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. ചേച്ചി ഞാനൊക്കെ പറഞ്ഞില്ലേ, കുറച്ച് നാളായിട്ടോ ഞങ്ങള് ഈ ഒരു രഹസ്യം മറച്ചു വെക്കുന്നത്. ആളിവിടെ ഉണ്ടായിരുന്നില്ല, നമ്മുടെ വല്ലൂരില്ലേ അവിടെ ആളുടെ വീട്ടിലാണ്. അപ്പൊ ഞാൻ എന്താ പറയാ, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കാണാൻ വരുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിശേഷങ്ങൾ പറയാൻ വെച്ചിരിക്കായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇളമനെ കാണാണ്ടാവാറില്ല, ഇളമനോട് വരാറുള്ള പറഞ്ഞിട്ടോ. അപ്പൊ ഞങ്ങളുടെ കഴിഞ്ഞു, ഞങ്ങൾ 6th മന്തിലേക്ക് കടക്കാൻ പോവാണ്. അല്ലടാ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? അവർ ഞങ്ങളിതിന്റെ ഇടയില് ഗൾഫിലേക്ക് ഒരു പോക്കൊക്കെ പോയി. പിന്നെ ഞങ്ങൾ കുഞ്ഞാവെ കേട്ടാണ് തിരിച്ചു വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ സെറ്റിൽഡ് ആയി. അപ്പൊ ഇതാണ് ഞങ്ങളുടെ പുതിയ വിശേഷം. ഇതാണ് ആക്ച്വലി ഞങ്ങളുടെ വിശേഷം. ഇതാണ് വിശേഷം. എല്ലാവരും ഭയങ്കര നാളത്തില്ല. ഇതാണ് കേട്ടോ അമ്മ, അച്ഛൻ. കണ്ടിട്ടുണ്ടാവില്ലേ കല്യാണ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അച്ഛനമ്മേനൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളുടെ പുതിയ വിശേഷത്തെ പറ്റി? എന്തെങ്കിലും അവരോട് പറയാനുണ്ടോ? അച്ഛനും അമ്മമാരുടെ എക്സൈറ്റ്മെന്റിലാണ് രണ്ടുപേരും, അല്ലേ? പുതിയൊരു അതിഥിക്ക് ഞങ്ങൾ കാത്തിരിക്കണം വീട്ടിലേക്ക്. ഞങ്ങൾ പോട്ടെ. ഞങ്ങളിതിനേക്കാളും കുഞ്ഞു വീട്ടിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും അത്ര വലിയ വീടൊക്കെ വന്നത്. ഞങ്ങളുടെ പഴയ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഈ ഉണ്ണിമാന്റെ വീട് ഞാൻ ഇത് കാണുമ്പോൾ ഉണ്ണിമാന്റെ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ട്രൈമിസ്റ്റർ കുറച്ചും കൂടെ അങ്ങനെ നമ്മുടെ മോർണിംഗ് സിക്നസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിടാം. അപ്പോൾ അതിന് സെക്കൻഡ് ട്രൈമിസ്റ്റർ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ വേണം. ഞങ്ങൾ കുഞ്ഞു അങ്ങോട്ട് പോയപ്പോൾ ഇപ്പോഴാണ് കേട്ടോ കാണാൻ വേണ്ടി ചെല്ലുന്നത്. ഇടയാമ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെ നിന്ന് ചിക്കനും അതുപോലെ തന്നെ നല്ല അടിപൊളി പത്തിരിയൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മ ഉണ്ട് അവിടെ. അതൊക്കെ കഴിച്ച് നമ്മൾ മടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ നമ്മൾ തിരിച്ച് മടങ്ങുന്നത് ഇളയമയുടെ വീട്ടിലേക്കാണ്.
ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇളയമേര വീട്ടിലേക്കാണ് കേട്ടാ. ഇവിടെ പകല് അടിപൊളിയാണ്. ആറാട്ടുപുഴ അമ്പലത്തിന്റെ അടുത്താണ് ഇളയമേര വീട്. നമുക്കൊരു ദിവസം പകല് വരാം. പക്ഷെ ഇപ്പൊ രാത്രി ആയ കാരണോണ്ടേ അവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു മാമനും അമ്മായിയൊക്കെ. അടുത്ത മാസം 9-ാം തീയതിയാണ്, അതായത് ഏപ്രിൽ 9-ാം തീയതിയാണെന്നാണ് പറഞ്ഞത് കേട്ടാ ആറാട്ടുപുഴ അമ്പലം. അപ്പൊ ഈ അമ്പല പരിസരം ഇങ്ങനെ ഒന്നാവില്ല കേട്ടാ. ഇപ്പൊ ആറാട്ടുപുഴ പൂരം. അപ്പൊ ഈ ഇവിടത്തെ ചുറ്റുമുള്ള ഈ നെല്ലൊക്കെ കൊയ്ത് അടിപൊളിയാക്കി ഇടും. ഇവിടെ ഇപ്പോഴും ഒരുക്കങ്ങൾ തുടങ്ങിയെന്ന് തോന്നുന്നു. ആ കാണുന്നതാണ് അമ്പലം അങ്ങ് ദൂരെ. കണ്ടോ? ഇവിടെ ശാസ്താവല്ലേ ഇളമ പ്രതിഷ്ഠ? ഇവിടെ ഇതാണ് അമ്പലം കേട്ടാ. ഇവിടെ നിന്ന് പക്ഷെ നമ്മളിവിടെ നിന്ന് റൈറ്റ് ഇവിടെ ഇളയമേരെ സ്വന്തം നാട്ടിലേക്ക്. ഇളയമയുടെ വീടിന്റെ അടുത്താണ് കേട്ടോ നമ്മുടെ രാഹുൽ കല്യാണം കഴിച്ചിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുവിന്റെ വീട് വിസ്മയ എന്നാണ് പേര്. നമ്മളിങ്ങനെ കുഞ്ഞുന്ന് വിളിക്കണമെന്ന് മാത്രം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മാമന്റെ വീട്ടിൽ കയറി വരുന്ന വഴിക്ക് മാമനോടും അമ്മായിയോടും ഒക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ പോകുന്നത് നമ്മുടെ മണ്ണുത്തി ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. വളരെ ഗംഭീരമായൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ കുറച്ച് ദിവസമായിട്ട് നിങ്ങളോട് പങ്കുവെക്കണം ആഗ്രഹിച്ചൊരു കാര്യം പങ്കുവെച്ചൊരു ദിവസം കൂടിയായിരുന്നു. ഇതാണ് നമ്മുടെ ഹരിത വെജിറ്റബിൾസ്, നമ്മുടെ ഡോൺ ബോസ്കോ കോളേജിന്റെ തൊട്ട് മുമ്പിൽ മണ്ണുത്തിയിലുള്ള ഷോപ്പ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അവിടെ നിന്ന് കുറെ സംഭവങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.